ഇനി ഇവിടെ നിന്ന് തോന്നിവാസം പറഞ്ഞ ആ ബന്ധം ഞാനങ്ങ് മറക്കും. ഇതുപോലിങ്ങനെ നിവർന്നു നിൽക്കാൻ പിന്നെ നിനക്ക് പറ്റില്ല. ഇറങ്ങിപ്പോടാ. എല്ലാം കൂടെ ഒറ്റയ്ക്കങ്ങ് സ്വന്താക്കാൻ താൻ കരുതണ്ട. അവന്തിക ശത്രുവായാൽ ഗൂഗിളിന് എന്തെങ്കിലും പേടിയുണ്ടോ? എനിക്ക് പേടി നിന്നെക്കുറിച്ചാ. ഞാൻ ആരും അറിയാതെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതെല്ലാം നിന്നെക്കുറിച്ചുള്ള സത്യങ്ങളാ. നിന്നെ നഷ്ടപ്പെടുന്ന നിമിഷത്തെക്കുറിച്ച് മാത്രമാണ് ഞാൻ പേടിക്കുന്നത്. ഗൂഗിൾ എന്താ ഒന്നും പറയാത്തെ? എടോ, സത്യത്തിന് മുന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ആർക്കും പറ്റില്ല. അതെനിക്കറിയാം. എന്ത് സംഭവിച്ചാലും ഞാൻ സത്യത്തിൻ്റെ കൂടെ മാത്രമേ നിൽക്കൂ. ഗൂഗിൾ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തൊക്കെയോ ഉള്ളിൽ വെച്ച് സംസാരിക്കുന്ന പോലെ. ഗൂഗിൾ പറഞ്ഞതുപോലെ ഞാനൊരു അഡ്വക്കേറ്റ് അല്ലല്ലോ, അതുകൊണ്ടായിരിക്കും. എന്തായാലും ഗൂഗിൾ സത്യത്തിന്റെ കൂടെ നിൽക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാക്കാൻ നിനക്കിനിയും സമയമെടുക്കുന്ന സമൃദ്ധ. അന്ന് നീ തിരിച്ചറിയും ഞാൻ അറിഞ്ഞതും അനുഭവിച്ചതും ഒക്കെ എന്തായിരുന്നു എന്ന്. മോനെ, നീ എവിടെയായിരുന്നടാ? നിന്നെ കാണാഞ്ഞിട്ട് ഇവിടെ എല്ലാവർക്കും എന്ത് വിഷമായിരുന്നറിയോ? നിങ്ങൾ എന്തിനാ എന്നെ കുറിച്ച് ഓർത്ത് ആദ്യപ്പെടുന്നേ? നിങ്ങളുടെ മകളെ കുറിച്ച് ഓർത്ത് ആദ്യം കാണിച്ചാൽ മതി. ഞാനൊന്നൊഴിയാൻ കാത്തിരിക്കായിരുന്നു നിങ്ങളുടെ മോള്. കൂട്ടിക്കൊടുക്കാൻ നിങ്ങളുടെ അമ്മയും നിങ്ങളുടെ രക്ഷകനായ സച്ചി മോനും. സന്ദീപേ, അനാവശ്യം പറയരുത്. അനാവശ്യമല്ല, നടന്ന കാര്യം. ജോലിക്കെന്നും പറഞ്ഞ് കണ്ണിക്കണ്ടവന്റെ കൂടെ ഓഫീസിലും ഹോട്ടലിലൊക്കെ നിങ്ങളുടെ മോളെ ഒഴിഞ്ഞാടുന്ന കാര്യേ ഞാനങ്ങനെ അറിഞ്ഞു. മോനെ സന്ദീപേ, നീ മോശമായിട്ട് എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിന്നെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചതായിരിക്കും മോനെ. അതിന് ജോലിക്ക് പോകുന്നതേ ഈ വീട്ടിലെ ബുദ്ധിമുട്ടുകൾ ഓർത്ത് മാത്രമാ, അല്ലാതെ നീ കരുതുന്ന പോലെയൊന്നും അല്ല സന്ദീപേ. നിങ്ങളുടെ മകളെ കുറിച്ചുള്ള ന്യായീകരണം കേൾക്കാനൊന്നും അല്ല ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം അവള് പുറത്തായ ഒരു പുകഞ്ഞ കൊള്ളിയ. അവളിനി ഏതവന്റെ കൂടെ പോയാലും എനിക്കതൊരു വിഷയമല്ല. വിടുതാളെ അങ്ങോട്ട്. നിങ്ങളുടെ വിരൽത്തുമ്പിൽ ആടി നിങ്ങൾ പറയുന്നെല്ലാം തലകുരിച്ചനുസരിച്ചിരുന്ന സച്ചിമോനല്ല ഞാൻ. എവിടെ വിളിക്കാളെ? എനിക്കേ അയാളോട് സംസാരിക്കാളെ. മോനെ, നീ ഇങ്ങനെ വെറുതെ ബഹളം വെക്കരുത്. അവന് പറയാനുള്ളത് അവൻ പറയട്ടെ അമ്മേ. എന്താണ് നിനക്ക് സംസാരിക്കാവുള്ളേ? കേസ് ജയിച്ചില്ലേ? എനിക്ക് അവകാശപ്പെട്ട സ്വത്തുക്കള് ഉടനെ തന്നെ എനിക്ക് കിട്ടണം. എന്റെ അച്ഛന്റെ സ്വത്താ അത്. മിണ്ടി പോരുത് നീ. അച്ഛന്റെ പേരിലുള്ള സ്വത്തുക്കൾക്ക് അവകാശം വേണം പോലും. എന്ത് അർഹതയടാ നിനക്കത് ചോദിക്കാനുള്ളേ? അവന്തികയ്ക്ക് വേണ്ടി ഈ കേസിൽ ഞങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചവനല്ലേ നീ? ഇത്രയും നാളും കുടുംബത്തെ തകർക്കാൻ ശ്രമിച്ചിട്ട് ഇപ്പൊ വലിഞ്ഞുകയറി വന്നിരിക്കുന്നു സ്വത്ത് മോഹിച്ചോണ്ട്. ഇടം കോടതി വിധിക്കെതിരെ അവന്തിക ഹൈക്കോടതിയിൽ അപ്പീൽ പോയിരിക്കുക. ഈ കുടുംബത്തോട് ഒരു തരിയെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ നീ ആദ്യം പോയി അത് തടയാൻ നോക്ക്. അവകാശം ചോദിച്ചുകൊണ്ട് കേറി വന്നിരിക്കുക. നിങ്ങൾ ഈ കാണിക്കുന്ന കുടുംബസ്നേഹവും ആത്മാർത്ഥതൊക്കെ എന്തിനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയണം. തനിക്ക് ഇവിടെ ഉള്ളവരുടെ കണ്ണിൽ പൊടിയിടാം, പക്ഷേ എന്നെ പറ്റിക്കാൻ നോക്കണ്ട.
ജീവിച്ചിരിപ്പില്ലെന്ന് ഉറപ്പുണ്ടായിട്ടും ഒരു ഭാര്യ സ്നേഹവും പറഞ്ഞ് താൻ ഇവരെയൊക്കെ പറ്റിച്ച് നല്ല പിള്ള ചമഞ്ഞ് നിൽക്കുമല്ലോ. വക്കീലെന്നും പറഞ്ഞ് കൊള്ളാവുന്ന ഒരുത്തിയെ താൻ ഈ വീട്ടിൽ കയറ്റിയിരിക്കുന്നത്. ദേ ഇവരെയൊക്കെ പറ്റിച്ച് ഈ സ്വത്തെല്ലാം കൈവശപ്പെടുത്തി അവളെ അടിച്ചുകൊണ്ട് പോയി സുഖമായിട്ട് ജീവിക്കാനല്ലോ. മോനെ നീ ഇപ്പൊ പറഞ്ഞതിന് നിന്റെ നാവ് പിഴുതെടുക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, കൂടപ്പിറപ്പായതുകൊണ്ട് മാത്രം വിട്ടുകളയാ. ഇനി ഇവിടെ നിന്ന് തോന്നിവാസം പറഞ്ഞ ആ ബന്ധം ഞാനങ്ങ് മറക്കും. ഇതുപോലിങ്ങനെ നിവർന്നു നിൽക്കാൻ പിന്നെ നിനക്ക് പറ്റില്ല. ഇറങ്ങിപ്പോടാ. എല്ലാം കൂടെ ഒറ്റയ്ക്കങ്ങ് സ്വന്താക്കാൻ താൻ കരുതണ്ട. എനിക്ക് അവകാശപ്പെട്ടത് വാങ്ങാനേ എനിക്കറിയാം. കാണിച്ചു തരാം എല്ലാത്തിനെ. മോളോ അകത്തേക്ക് വാ. വാ. മൂർത്തി ഉണ്ടോ ഇവിടെ? ഇല്ല, അയാൾ ഓഫീസിൽ പോയിരിക്കുക. അവന്തിക്ക് മുകളിലുണ്ട്. കുറേ നേരമായിട്ട് ആരെ ഫോണിൽ വിളിച്ചോണ്ടിരിക്കുക. രണ്ടുപേർക്കും സുഖല്ലേ? ഇവിടെ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ഇവിടെ വന്നപ്പോഴല്ലേ എല്ലാവരെയും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റിയത്. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. വേണ്ട, ആദ്യം ഞാൻ അവന്തിക്ക് ഒന്ന് കണ്ടിട്ട് വരട്ടെ.